ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടേനും. ഇതിപ്പോൾ രണ്ടാം പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം എൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല, വെറും കടന്നുറങ്ങലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് വൈകുന്നേരം ഉമ്മാൻ്റെ അല്ല ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉമ്മാൻ്റെ എന്ന് പറഞ്ഞത് ഉമ്മാൻ്റെ വീട്ടിലേക്കും പോവാറുണ്ട്. ഇപ്പം ഉമ്മാൻ്റെ വീട്ടിൽ ആരുമില്ല, നിങ്ങൾക്കറിയാലോ എൻ്റെ അമ്മമ്മ മരിച്ച്, ഉമ്മാൻ്റെ അനിയത്തി മരിച്ച്. അപ്പം ഉമ്മാൻ്റെ വീട്ടിൽ ആരുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാരെ വീട്ടിലേക്കൊക്കെ പോയി. പെരുന്നാളിന് എൻ്റെ വീട്ടിൽ വന്നാൽ മൂത്താപ്പാരെ വീട്ടിലേക്കൊക്കെ പോവാറുണ്ട്, അനിയത്തിയും ഞാനും. ഇപ്പോൾ ഇപ്രാവശ്യം ആങ്ങളുണ്ടല്ലോ, ആങ്ങള ഒരുപാട് നാളായിട്ടോ പെരുന്നാൾ കൂടിയിട്ട് നാട്ടിൽ. പ്രവാസികൾ അങ്ങനെയാണല്ലോ, അധികം ഗൾഫിൽ തന്നെ ആവും. ഇപ്പോൾ ഈ ഒരു പെരുന്നാളിനാണ് കേട്ടോ. ഇപ്പം മരിച്ചതിന് ശേഷം ഈ ഒരു പെരുന്നാളിനാണ് ഓനിപ്പോൾ നാട്ടിലുള്ളത്. ഇപ്പം മരിക്കണതിൻ്റെ മുന്നേ ഓന് ഗൾഫൊക്കെ നിർത്തി പോന്നിട്ടുണ്ടായിന്. ഇപ്പോൾ നിർത്തി പോരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ചെറിയ പെരുന്നാളാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആഘോഷിച്ചത്. ഇപ്പം ഞാനും ആങ്ങളി അനിയത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിന് അന്ന്. ആ പെരുന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടോ. ഉപ്പാൻ്റെ വകേനെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പെരുന്നാൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ആ വർഷത്തെ ബലി പെരുന്നാളിൻ്റെ അന്ന് ഞാനുപ്പി ഹോസ്പിറ്റലിലാണ്. 7ാം പെരുന്നാളിൻ്റെ അന്ന് ഇപ്പം മരിച്ചും ചെയ്തു. അപ്പം ഇപ്പം 4 വർഷമായിട്ടോ ഇപ്പം മരിച്ചിട്ട്. ഞങ്ങളിപ്പം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്, എല്ലാ മൂത്താപ്പാരെ വീട്ടിലും കുടുംബ വീട്ടിലൊക്കെ പോവും ഞങ്ങളെയും കൊണ്ട്. ഞാനും അനിയത്തിയും ഞങ്ങളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് മൂത്താപ്പാരെ വീട്ടിലേക്കൊക്കെ പോവുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ആങ്ങളെ ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ മൂത്താപ്പാരെ വീട്ടിലൊക്കെ പോയിട്ടോ. അപ്പോൾ എനിക്ക് 4 മൂത്താപ്പാരാട്ടുള്ളത്. 4 മൂത്താപ്പാരെ വീട്ടിലും പോയി മൂത്താപ്പാരെയും മൂത്തമാരെയൊക്കെ കണ്ടു. എൻ്റെ ചെറിയ മൂത്താപ്പാനെ കണ്ട എൻ്റെ ഉപ്പാനെ പോലെ തന്നെയാണ് കേട്ടോ. ഉപ്പാനെ കണ്ട ഒരു ഫീലാണ് മൂത്താപ്പാനെ കണ്ടാൽ. അങ്ങനെ എല്ലാവരെയും കണ്ട് സന്തോഷമായി. പിന്നെ നമ്മളെ മക്കളൊക്കെ അതേപോലെ നമ്മളെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഉള്ളൂ കുട്ടികൾക്ക് എവിടുന്നേലും വെച്ച് ഓരെയൊക്കെ ഒന്ന് കാണുകയാണെങ്കിലും എൻ്റെ അമ്മച്ചിൻ്റെ കുടുംബമാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചിൻ്റെ കുടുംബമാണ് പിന്നെ ഒക്കെ ഓർക്കൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ കുടുംബത്തിന് ഒരു ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കുടുംബ വീടൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് മക്കളെയും കൊണ്ട്. ഞങ്ങളപ്പം അങ്ങനെയും എല്ലായിടത്തും പോകുമ്പോൾ മൂത്തമ്മ മൈലാഞ്ചി ഇട്ടിക്കണം കേട്ടോ. മൈലാഞ്ചി ഇട്ട് കണ്ടപ്പോഴേ അത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം. സാധാ മൈലാഞ്ചിയാണ് കേട്ടോ അത്. സാധാ മൈലാഞ്ചി ഇടില്ലല്ലേ സുന്നത്ത്. നമ്മളിപ്പം സിങ്ങായിട്ടും വേറുള്ളതായിട്ടൊക്കെ അങ്ങനെ കയ്യുമ്പോടും. അപ്പം അതിൻ്റെ ചോപ്പും സാധാ മൈലാഞ്ചിൻ്റെ ചോപ്പും വേറെ അല്ലേ. ഇതിൻ്റെ 2ാമത്തെ മൂത്താപ്പാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഈ മൂത്തമ്മക്ക് വീഡിയോയിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ മൂത്തമ്മാനെ മാത്രം കാണിച്ചത്. മറ്റേ മൂത്തമാർക്കൊക്കെ വീഡിയോയിൽ വരാനൊക്കെ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് പോലെയൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ കുട്ടികൾ കുറേ നേരം പുറത്തു കൂടെയൊക്കെ അങ്ങനെ കളിച്ചൊക്കെ നടന്ന് ഞങ്ങൾ അകത്തും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മളെ ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നറെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടേനല്ലോ. ഒരിക്കലുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനി. നമ്മളെ പെരുന്നാൾ വ്ളോഗല്ല, അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിനി പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഗിഫ്റ്റ് അവർക്ക് കിട്ടിയിട്ട് അവരത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മളന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ മാസം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുക്കുക, അടുത്ത മാസത്തേക്കുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗിവ് അവേ വിന്നറായിട്ട് തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. കമൻറ്റിൽ വരുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ നറുക്കിടും. അതിൽ 1ാം സ്ഥാനം കിട്ടുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലാവണം നമ്മൾ ഗിവ് അവേ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്ത വിന്നറുടെ പേര് സഫീന എന്നാണ്. ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവർ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ, ഇരിഞ്ഞാലക്കുടിയാണ് കേട്ടോ അവരുടെ സ്ഥലപ്പേര്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞതിന് അവരോട് വീഡിയോ എടുക്കൊണ്ടേ നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അയച്ചു തന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങളിതാ മൂത്താപ്പാരെ വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പം വൈകുന്നേരത്തിന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയിട്ട് ഫുഡ് കഴിക്കലില്ല കേട്ടോ ഗൈസ്. നമ്മൾ ബാവുക്കാക്കുണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ കൊണ്ടുപോകലുണ്ട്. ഇപ്പം നമ്മൾ സ്ത്രീകൾ ഒറ്റക്കല്ലേ, അപ്പം മക്കളെയും കൊണ്ട് അങ്ങനെ പുറത്തു പോയി കഴിക്കലൊന്നുമില്ല. പിന്നെ ആങ്ങളെയും തന്നെ ഇവിടെ ഉണ്ടാവലില്ലല്ലോ. അപ്പോൾ പ്രാവശ്യം ഓനും ഉണ്ട് ഇവിടെ. പോകാൻ പറഞ്ഞാൽ നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഹാപ്പി എന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ചാടി കളിക്കണത്. അപ്പോൾ അങ്ങനെ ഒന്നാമത്
പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ ആ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ല ലൈറ്റും വെളിച്ചമൊക്കെ കണ്ടപ്പോഴേ അതിനുമോളൊക്കെ നല്ല ചാടിക്കളിയിലാണ് കേട്ടോ. നമ്മൾ ബാവുക്കാക്കും ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അതേപോലെ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ കൊണ്ടുവരും പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ ഉമ്മച്ചിക്ക് ശമ്പളം കിട്ടിയാലും ഇപ്പച്ചിൻ്റെ പൈസ വന്നാലും ഓരോ ദിവസം മന്തി ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യൽ. മന്തിയോ അല്ലെങ്കിൽ ബ്രോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. അങ്ങനെ പുറത്ത് വന്ന് കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് പുറത്ത് വന്ന് ഫുഡ് കഴിക്കണ സന്തോഷത്തിലാണ് മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മക്കും നല്ല സന്തോഷമായിക്കണ്. അതേപോലെ അനിയത്തിയും കുട്ടികളും ഞാനും കുട്ടികളും പിന്നെ ആങ്ങളെയും വൈഫും കുട്ടികളും അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞങ്ങളപ്പം മാത്രമല്ല ഈ ഒരു ഫാമിലിയിൽ. അതേപോലെ എൻ്റെ ഹസ്ബൻഡും അനിയത്തിൻ്റെ ഹസ്ബൻഡും ഇല്ല. ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പാക്കാണ് കേട്ടോ അധികം അങ്ങനത്തെ കാര്യത്തിലൊക്കെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ കാട്ടിലുമാണ് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കണം. ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യും കേട്ടോ. പൻ്റെ കൂടെ പോകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഹസ്ബൻഡുമാർക്കും കുഴപ്പമൊന്നുമില്ല. മറ്റേത് രാത്രിയിലൊന്നും നമ്മളങ്ങനെ പുറത്തിറങ്ങലൊന്നുമില്ല ഫുഡ് കഴിക്കാനൊന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടേനി, അതേപോലെ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടേനി. പിന്നെ 100K ആയില്ലേ, ഞങ്ങളെന്താ കേക്ക് കട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. ഇൻഷാല്ലാ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ബ്രദർ പോവുകയാണ് 12-ാം തീയതി സൗദിക്ക് പോവുകയാണ്. അപ്പം പോണയിലിടയ്ക്ക് ഇൻഷാല്ലാ ഒരു കേക്ക് വാങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കട്ട് ചെയ്യണം. അപ്പം ഇവിടെ വീട്ടിലാവുമ്പോൾ അവിടുത്തെ വീട്ടുകാരുണ്ടാവില്ല, അവിടുത്തെ വീട്ടിലാവുമ്പോൾ ഇവിടുത്തെ വീട്ടുകാരുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ മാറ്റി വെച്ചത് കേട്ടോ, സമയം മാറ്റി വെച്ചത്. അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഇൻഷാല്ലാ ഒരു കേക്ക് കട്ട് ചെയ്യണം. 100K സെലിബ്രേഷൻ അല്ലേ. അപ്പോൾ ചിഞ്ചുമോൾക്ക് ഇപ്പോൾ കോളേജ് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കോളേജ് തുറന്നിട്ടുണ്ട്. തിങ്കളാഴ്ച പോണില്ല, ചൊവ്വാഴ്ച എന്തായാലും പോവേക്കാരം. അപ്പോൾ അതിലിടക്ക് ഇൻഷാല്ലാ ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമല്ലെന്നൊന്നും അറിയില്ല. ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയാണ് പോണത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് നോക്കട്ടെ. അങ്ങനെ അതാ എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ടേബിളൊക്കെ ഞങ്ങൾ അടുപ്പിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ പുറത്ത് നോക്കുമ്പോൾ പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റും. അപ്പോൾ അതൊക്കെ ഈ രാത്രി ആയതുകൊണ്ട് കാണൂല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 2 സൈഡും പാടം, നടുക്ക് റോഡാണെന്നൊക്കെ പറയലില്ലേ, ഞാൻ ഒരു ഭാഗമൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ. ആ ഒരു പാടമൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കാണും കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് പിന്നെ മന്തിക്ക് ഓർഡർ ചെയ്യലൊക്കെ. അപ്പോൾ മക്കളിപ്പോൾ പറയണത് എന്താ അറിയോ, ഉമ്മച്ചി ഇനി മന്തി ഓർഡർ ചെയ്യണ്ട, അവിടെ വന്ന് കഴിക്കട്ടെ നമുക്ക്. അപ്പോൾ ഞങ്ങൾ അതിനുമോളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഓൾക്കാണെങ്കിലോ വേറെ ചെയറൊക്കെ കിട്ടിയിരിക്കണേ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഫുഡ് കഴിക്കാൻ. അപ്പം നല്ല കുട്ടിയാണ് കേട്ടോ, ഒറ്റയ്ക്ക് വാരി കഴിക്കും. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാതെ തന്നതാണ്. ഓള് ചെറിയ കുട്ടിയാണ്, 2 വയസ്സായിട്ടുള്ള ഓൾക്ക്. എന്നാലും ഒരു വറ്റ് പോലും കളയാതെ നല്ല രീതിയിൽ പിന്നെ ചോറ് ഉരുട്ടി വായിൽ ഇടും കേട്ടോ. പുറത്തേക്കൊന്നും കളയൂല, നല്ല കുട്ടിയായിട്ട് കഴിക്കും. നമ്മൾ വാരി കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ വീട്ടിലേക്ക്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ 3 സ്കൂട്ടി ഉണ്ട് നമുക്ക്, അനിയത്തിക്കൊന്നും എനിക്കൊന്നും ആങ്ങളക്കൊന്നും. അപ്പോൾ അതിന്മേൽ അങ്ങനെ ട്രിപ്പ് അടിച്ചാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോന്നിട്ടുണ്ടായിനത്. അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്ത് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിനും. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ 2ാം പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇനി ഇൻഷാല്ലാ നാളെ മുതൽ നമ്മളെ വീട്ടിൽ തന്നെ ആയിക്കാരം നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ അപ്പാൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. ഇനി ഇൻഷാല്ലാ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഡെയിലി വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.